നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 വർഷം ചതയം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചതയം നക്ഷത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം. ഈ ചതയം നക്ഷത്രക്കാര് ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും തന്നെ ചിട്ടയായിട്ടും കൃത്യനിഷ്ഠയോടും കൂടിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. സ്വതന്ത്ര ചിന്താഗതിയും അധ്വാനശീലവും ഒക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര്. ശുദ്ധഹൃദയരായ ഈ നക്ഷത്രക്കാർക്ക് മുൻകോപം എന്ന് പറയുന്നത് വളരെ കുറവാണ്. മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ സഹായം ഈ നക്ഷത്രക്കാര് പ്രതീക്ഷിക്കേണ്ടതില്ല. ലോകപരിജ്ഞാനം കൂടുതലുള്ള ഈ നക്ഷത്രക്കാര് ആളുകളെ അറിഞ്ഞു പെരുമാറുന്നതിലും അവരുടെ സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ ദർശിക്കുന്നതിലും പ്രത്യേകം കഴിവുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത്. അന്യരെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാൻ മനസ്സില്ലാത്ത ഒരു നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാര്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇവർക്ക് അസാമാന്യ കഴിവ് ഉണ്ടാവുന്നതാണ്. അന്യരുടെ മുമ്പിൽ ഈ നക്ഷത്രക്കാർ ഒരിക്കലും കൈനീട്ടി നിൽക്കാറില്ല. ചരിത്രവും ശാസ്ത്രീയപരവുമായിട്ടുള്ള രംഗത്ത് ഇവർക്ക് അഗാധമായിട്ടുള്ള കഴിവ് കാണുന്നുണ്ട്. ചതയം നക്ഷത്രക്കാർക്ക് വശീകരണ ശക്തിയുള്ള നിവർന്ന കണ്ണുകളും വിശാലമായിട്ടുള്ള നെറ്റിത്തടവും ഒക്കെയാണ് ഉള്ളത്. മറ്റുള്ളവരോട് ഇവരുടെ പെരുമാറ്റം വിനയവും അന്തസ്സുറ്റതുമായിരിക്കും. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൽ നിന്ന് വ്യതിചലിക്കാറില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ എന്തു സഹായവും എപ്പോഴും ചെയ്തു കൊടുക്കാൻ ഇവർ സന്നദ്ധരായിരിക്കും. ബുദ്ധിശക്തിയും കർമ്മകുശലതയും ഒക്കെ ഇവർക്കുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാര് ചഞ്ചല മനസ്സുള്ളവരാണ്. ഇവരുടെ ദേവൻ വരുണനാണ്. ഇവർ ജനിച്ചിരിക്കുന്നത് കുംഭം രാശി രാഹുർ ദശയിലാണ് ഇവരുടെ ജനനം. അതുകൊണ്ട് തന്നെ സാഹസികത ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇവർക്ക് 9 വയസ്സുവരെ രാഹുർ ദശയാണ്. തുടർന്നുള്ള 16 വർഷം വ്യാഴവും അടുത്ത 19 വർഷം ശനിയും പിന്നീടുള്ള 17 വർഷം ബുധനും അടുത്ത 7 വർഷം കേതുവും. ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത്. ഇവരൊരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങള് അശ്വതി, കാർത്തിക, തൃക്കേട്ട, ഉത്രട്ടാതി എന്നിവയാണ്. ഇവരുടെ രത്നങ്ങള് മാണിക്യവും ഗോമേതകവുമാണ്. നിറങ്ങൾ വരുമ്പോൾ വെള്ള, ചാരനിറം, മഞ്ഞ, ചുവപ്പ് എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം കുതിരയും പക്ഷി മയിലും വൃക്ഷം കടമ്പുമാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഫലങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് ചതയം നക്ഷത്രത്തിന്റെ ഏപ്രിൽ മെയ് മാസത്തിലെ ഫലങ്ങളാണ്. ഏപ്രിൽ 14 മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ആദ്യം പറയുന്നത്. ഏപ്രിൽ മാസം വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ്. കലാകാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നതാണ്. ബുധ ശുക്ര യോഗത്താല് ശത്രുശല്യമൊക്കെ നിങ്ങൾക്ക് കുറയുന്നതാണ്. കൃഷിഭൂമി സ്വന്തമാക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഏപ്രിൽ 18, 19, 24, 25, 27, 28 തീയതികൾ നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും. മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ പിഴവുകൾ വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. മാതാവിൽ നിന്നോ മാതൃതുല്യരിൽ നിന്നോ സഹായം കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴില് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതാണ്. ഉറ്റ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അകന്നിരിക്കേണ്ട സാഹചര്യമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായിരുന്ന രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവുന്നതാണ്. മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം വേണ്ട ഒരു സമയമാണ്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. മെയ് 4, 7, 11, 15, 22, 23, 28 തീയതികൾ വളരെ ശുഭകരമാണ്. ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്തൊക്കെ വൻ നേട്ടം കാണുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് തീരുന്നതാണ്. മാനസിക പ്രയാസമുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ജൂൺ മാസത്തില് എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. ഈ സമയം എന്ത് ചെയ്താലും നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ്. ജൂൺ 1, 2, 3, 10, 14, 15, 21, 23, 25, 28 തീയതികൾ വളരെ ശുഭകരമാണ്. ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ഭാഗ്യതാരക സ്ഥിതി കൊണ്ട് കർമ്മരംഗത്ത് വൻ നേട്ടം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്.
എങ്കിലും ജൂലൈ അവസാനം ശത്രുശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങളൊക്കെ പറഞ്ഞ് പരത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ജൂലൈ മാസത്തിൽ ശിവപ്രീതി നേടുന്നത് വളരെ നല്ലതായിരിക്കും. ജൂലൈ 1, 3, 4, 12, 14, 15, 22, 27, 28 തീയതികൾ വളരെ ശുഭകരമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പൂർവീക സ്വത്തൊക്കെ കിട്ടാനുണ്ടായിരുന്നത് ലഭിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. സ്കോളർഷിപ്പോട് കൂടിയുള്ള വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്നതാണ്. കൂടാതെ സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതെല്ലാം നടക്കുന്നതാണ്. വിദേശത്ത് ജോലിയുള്ളവർക്കൊരു ജോലി മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് നല്ലതിനു വേണ്ടിയുള്ള ഒരു മാറ്റമാണ്. ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടുമുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്ന ഒരു മാസമാണ്. ഈശ്വരാനുഗ്രഹമുള്ള ഒരു മാസമാണ്. ഓഗസ്റ്റ് 1, 2, 5, 7, 8, 14, 15, 20, 21, 23 തീയതികൾ വളരെ ശുഭകരമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പുണ്യകർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. സമ്പത്ത് അധികരിക്കുന്നതാണ്. ആഗ്രഹിച്ച ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും സന്തോഷകരമാകുന്നതാണ്. പ്രണയ സാഫല്യമൊക്കെ നടക്കുന്നതാണ്. വിവാഹം നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അധ്യാപകർക്ക് കാലം അനുകൂലമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാവുന്നുണ്ട്. പുതിയ ഭവനമൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു സമയമാണ്. ജീവിത പങ്കാളിക്ക് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദേശ ജോലിക്കൊക്കെ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സെപ്റ്റംബർ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. വിവാഹം, നിങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി, ഇതെല്ലാം നിർണ്ണയിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ മാറുന്ന ഒരു മാസം തന്നെയാണ് ഇത്. വളരെ ഈശ്വര അനുഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഈശ്വര അനുഗ്രഹം കൈവെടിയാതെ സഹജീവികളോട് കരുണയോടെ പെരുമാറി മുന്നോട്ട് പോവുക. സെപ്റ്റംബർ 1, 5, 6, 10, 13, 15, 17, 18, 21, 23, 24, 30 തീയതികൾ വളരെ ശുഭകരമാണ്. ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഷെയർ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടാവുന്നുണ്ട്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ സമയത്ത്. എന്നാൽ നിങ്ങളുടെ വളർച്ചയിൽ ചില ശത്രുക്കളൊക്കെ ഉദയം ചെയ്യുന്നുണ്ട്. ശത്രുദോഷം കൂടുന്നുണ്ട്. ഇതിനെ നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ഇതൊന്നും ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നതാണ് വളരെ നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറുന്നതാണ്. നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെയുണ്ടെങ്കിൽ ജീവിതത്തിൽ വൻ വിജയമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒക്ടോബർ മാസം പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം. ശിവപ്രീതി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒക്ടോബർ 10, 11, 12, 22, 25 തീയതികൾ വളരെ ശുഭകരമാണ്. നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു നിന്നവരൊക്കെ നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരുന്നതാണ്. മറ്റുള്ളവരുടെ കടബാധ്യതകൾ നിങ്ങളുടെ ചുമലിൽ എടുത്തു വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വലിയൊരു ഭാരമായി മാറുന്നുണ്ട്. സ്വജനങ്ങളോട് ഇടപഴകുമ്പോൾ സൂക്ഷിച്ച് ഇടപഴകുക. ചതിക്ക് സാധ്യതയുണ്ട്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധയും കരുതലും ഒക്കെ വേണ്ടതാണ്. നവംബർ മാസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റും വളരെ അനുകൂലമാണെങ്കിലും നിങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള ചില ഉപദ്രവങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം. ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാവുന്നതാണ്. നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമാണ് കാണുന്നത്. മാതാപിതാക്കളുടെയൊക്കെ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിജയം ഉണ്ടാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുന്നുണ്ട്. 2, 9, 13, 17, 18, 26 തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾക്ക്. ഡിസംബർ മാസം നിങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹം ഉള്ള ഒരു മാസമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. ഭവനയോഗം, വാഹനയോഗം ഒക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ പ്രശസ്തിയിലേക്കൊക്കെ ഉയരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ജനുവരി മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ല ഒരു തുടക്കമാണ്. 2026 എല്ലാം അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ നോക്കി കാണുന്ന ഒരു സമയമാണ്. സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് ജനുവരി മാസത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ജനുവരി 1, 2, 5, 9, 11, 13, 14, 26, 27, 29 തീയതികൾ വളരെ ശുഭകരമാണ്. ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് കാലം കൂടുതൽ അനുകൂലമാകുകയാണ്. ജീവിതത്തിൽ ധനലാഭം, വിജയം എന്നിവയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ജലയാത്രകളൊക്കെ കഴിവത് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബന്ധുജനങ്ങൾ
ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് കൈയച്ച് ലഭിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട്. ഫെബ്രുവരി മാസം 1, 3, 17, 18, 23, 24, 25 തീയതികൾ വളരെ ശുഭകരമാണ്. മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ വരുമാനത്തിലൊക്കെ വർധനവുണ്ടാവുന്നതാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ഇടപാടിൽ ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് തർക്കത്തിനിട കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചതയം നക്ഷത്രക്കാരുടെ 2025 വർഷം വിഷുഫലം നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയത്തിലൂടെ ആയിരിക്കും ചതയ നക്ഷത്രക്കാര് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം നിങ്ങൾക്ക് മുന്നേറ്റമാണ് കാണുന്നത്. ശിവപ്രീതി നേടുന്നതും അന്നദാനം നടത്തുന്നതും നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷഫലങ്ങളൊക്കെ മാറ്റി നിങ്ങളെ കർമ്മരംഗത്ത് കൂടുതൽ സജീവമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഈ മേൽ പറഞ്ഞിരിക്കുന്നത് ചതയം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.